ഭൂരിയൊക്കെ തിന്നിട്ട് എവിടേക്കാ? എത്രണ്ണം? ഒരെണ്ണം കഴിയുമ്പോ ഇനി ഒരെണ്ണം കൂടെ എടുക്കുവോ? അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കഴിച്ചിട്ട് ഇനി കൊടുക്കൂട്ടോ കണ്ടോളൂ. അല്ല പേരുത്ത മനസ്സിൽ ഒരെണ്ണം കൂടെ തിന്നാ. എന്തായാലും ജിമ്മിക്കല്ലേ പോണത്, വർക്കൗട്ട് ചെയ്ത് കളയാതല്ലേ വിചാരിക്കണത്. ഗൈസ് ഞങ്ങൾ രണ്ടാളും ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ് ജിമ്മിൽ അല്ലേ. അതായത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ പോയിട്ടില്ല. ഇടത്തിമ്മയും കുറച്ച് ദിവസമായിട്ട് ഗ്യാപ്പ് ഇട്ടേക്കാണ്. അപ്പോൾ ഞങ്ങൾ പോയി വന്നതിന് ശേഷമല്ല ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ജിമ്മ്. അപ്പോൾ ഞങ്ങൾ ജിമ്മിൽ പോവാണ്. പൂരിയൊക്കെ തിന്നിട്ടാണ് ഞങ്ങൾ ജിമ്മിൽ പോണത്. നല്ല സോഫ്റ്റ് പൂരിയാണ് നേരത്തെ. സോഫ്റ്റ് പൂരി എനിക്ക് ഇങ്ങനത്തെ പൂരി ഇഷ്ടം ഗൈസ്. അപ്പം ഇന്നലെ രാത്രി 1 മണിക്കാണ് നേരത്തെ പ്ലാൻ ചെയ്യണത്. എന്നോട് ചോദിക്കണത് 1 മണിയായിരുന്നോ? 12:30 അല്ലേ? എന്നോട് ചോദിച്ചെടുത്തുമ്പോൾ നമുക്ക് നാളെ പൂരി ഉണ്ടാക്കിയാലോ? ഈ പറയാൻ ഉണ്ടാക്കാം. അപ്പം എന്ന് പറഞ്ഞപ്പോൾ പപ്പടം എടുത്തുമ്പോൾ പൂരിക്ക് കുഴക്കണത് രാത്രി. കണ്ണാ അതെ അല്ലേ. മമ്മി ഈ നമ്മുടെ അമ്മമാരുടെ ഒക്കെ ഒരു കാര്യം കണ്ടോ? അരിക്കാൻ വെച്ചാൽ ഇനി എന്ത് വെച്ചാണേലും ഞങ്ങൾ അരിക്കും. എന്നാൽ ഇരുന്നോളൂ. വല്യച്ചു ഇന്നലെ താട്ടം പ്രിങ്കിൾസ് അതിൽ കൊടുന്ന് ഇവിടെ ഇരിപ്പണായിരുന്നു. വല്യച്ച ഉടനെ അതെടുത്ത് കയ്യിലെടുത്തു. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പം നമുക്കിന്ന് എന്തായാലും ബെഡ്ഷീറ്റ് അത് പുറപ്പൊക്കെ മടക്കി വെച്ചിട്ട് നമുക്ക് ജിമ്മിൽ പോകാൻ റെഡിയാവാം. എനിക്ക് ഷൂ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഞങ്ങൾ എടുത്ത് നമുക്ക് ജിമ്മിൻ്റെ ഷൂ ഇല്ല. എനിക്ക് ജിമ്മിൻ്റെ ഷൂ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി ഷൂ മേടിച്ചിട്ട് വരാം ഗൈസ്. എന്താ അങ്ങനെ കെട്ടണല്ലേ? അത് ശരിയാണ്. അപ്പോൾ നമ്മളവിടുന്ന് ഷൂ ഒക്കെ വാങ്ങിയിട്ട് ജിമ്മിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ രണ്ടാൾക്കും എടുത്തിട്ട് 1 മാസത്തേക്കുള്ള അഡ്മിഷൻ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ നമ്മളെ ലേഡി ട്രെയിനറാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഒക്കെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. നമുക്ക് PCOS ഉണ്ട്, എനിക്ക് എടുത്തുമ്പോൾ തൈറോയ്ഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഡെയിലി ജിമ്മിൽ പോകണം. ഞാൻ കറക്റ്റ് 3 മാസമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് വന്നു കേട്ടോ. ഞങ്ങൾ വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നതിന് ശേഷം ഞങ്ങളാകെ തളർന്ന് കുത്തി ഗൈസ്, വയ്യണ്ടായി. ഇപ്പോൾ എനിക്കൊന്ന് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഇട്ടതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ വെയിറ്റ് നോർമലാണ്. വെയിറ്റ് എടുത്ത വെയിറ്റ് താത്തിക്ക് കൊണ്ടുവരുന്നല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം എടുത്തായിരുന്ന പോലെ തന്നെയാണ് വെയിറ്റ് എടുത്തുകൊണ്ടിരുന്നത്. ഊഞ്ഞാലാണ് ഇവിടെ കിടന്നിട്ട് ഒരാൾ ബാങ്ക് വിളിക്കുന്നു. ഓക്കെ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് വീട്ടിൽ പോവാണ്. അടുത്തമ്മ ഓക്കെ അല്ലേ? കുട്ടി പൊട്ടിച്ച്. അപ്പോൾ ഗൈസ് നമ്മളിതാ വീട്ടിൽ വന്നു. നമ്മൾ 3 അരി വീട്ടിലാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ 3 കൂടെ ഞാൻ പോകുമ്പോൾ മുറ്റത്ത് കളിക്കുമായിരുന്നു. അപ്പോൾ അതാ വന്നപ്പോൾ 3 പേരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരുന്നിട്ട് ടാബിൽ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്പൂട് അങ്ങനെ എന്നെ കാണാൻ നിൽക്കുന്നില്ല. പക്ഷേ കിടുവും മുള്ളുള്ളതുകൊണ്ട് അമ്പൂട് നിന്നായിരുന്നു കേട്ടോ. സുന്ദിക്കും താട്ടയ്ക്ക് കൊടുക്കും. ഒന്ന് സുന്ദിക്കും ഒന്ന് താട്ടയ്ക്ക് കൊടുക്കും. അപ്പോൾ ഗൈസ് നമ്മളിതാ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടപ്പോഴത്തേനും എന്തിനാ പാമ്പേഴ്സും ചോദിച്ചായിരുന്നു കേട്ടോ. ഇത് സുന്ദിക്ക് എടുത്തായിരുന്നു. സുന്ദി റീസെൻ്റ്ലി രാത്രി എല്ലാ ദിവസവും മൂത്രമൊഴിപ്പാണ്. അവളെ 2-3 തവണ മൂത്രമൊഴിപ്പിക്കും, എന്നാലും മൂത്രമൊഴിക്കും. അപ്പോൾ അങ്ങനെ ജസ്റ്റ് വാങ്ങിയതാ കേട്ടോ. പിന്നെ അത് മാത്രമല്ല അമ്പുടും ആണെങ്കിലും ഒരുപാട് വെള്ളം കുടിച്ചാൽ അന്നത്തെ ദിവസം ഞാൻ പാമ്പേഴ്സ് ഇടിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ബെഡെല്ലാം ആകെ നാശമാവും. പിന്നെ ഞങ്ങൾ ജിമ്മിൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുരിക്കൽസിലും കയറി. അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഒരുപാട് പരിപാടീസ് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് നമ്മൾ വീട്ടിലോട്ട് വന്നു. ഉണ്ടാക്കരുത്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലൊക്കെ വന്നു. തലയൊക്കെ കാണില്ലേ ഇപ്പോഴൊക്കെ മോന്ത് നല്ലത് ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വന്നതിന് ശേഷം പിള്ളേർ 2 പേരോട് ഇരിപ്പുണ്ട്. അവർ ഉടുപ്പിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അവർക്ക് TV വെച്ച് കൊടുത്തിട്ട് നമുക്ക് പുറത്ത് ചെറിയ പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് പരിപാടിക്ക് വേണ്ടി തന്നെ ഇവർക്ക് TV വെച്ച് കൊടുക്കാം. ഞാൻ ജസ്റ്റ് അവർക്ക് TV വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതേ നമ്മുടെ വിഷുക്കണിക്കുള്ള ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ പൂവൊന്നും കിട്ടാണ്ടായിരുന്നില്ല. ഞങ്ങൾ അയ്യപ്പങ്കാവ് വരെ ഓടിയപ്പോഴാണ് പൂ കിട്ടിയത്. പിന്നെ നമ്മളൊരു കണ്ണാടി വാങ്ങിച്ചിട്ട്. അയ്യോ കണ്ണാടി എന്ത്? അയ്യോ ഇതേ കണ്ണാടി പോകുന്നു. അയ്യോ ദേ കണ്ണാടിയുടെ ഒട്ടിച്ച കണ്ണാടി പോകുന്നു. ഞാൻ ഒട്ടിച്ചേക്കായിരുന്നു കണ്ണാടി കൂടെ ഉണ്ടോ. പക്ഷെ ഒട്ടിപ്പ് പോകുന്നു. അത് നമുക്ക് നേരാക്കി വെക്കാം. കണ്ണാടി ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരെ അതിൻ്റെ അടുത്തേക്ക് പോകും. പിന്നെ നമ്മളിത് ഈ സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായില്ല. പക്ഷേ അവർ ഞങ്ങൾക്കത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ സാധനം ഇത് അടിപൊളിയാണല്ലേ. സാധനം വാങ്ങിച്ച് പിന്നെ നമ്മളെന്താ മേടിച്ചത്? അടക്ക വീട്ടിൽ ഇതെന്താ
ഇത് നമ്മൾ പൾസസ് ഇട്ട് വെക്കാനുള്ള നമ്മുടെ പാത്രം. അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. നല്ല മുല്ലപ്പൂവിൻ്റെ മണം, നല്ല മുല്ലപ്പൂവിൻ്റെ മണമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒരുക്കുന്നത് നമുക്ക് വീഡിയോ ആക്കിയിട്ട് വരണം കേട്ടോ. അപ്പോൾ അവിടെ ചെറിയ അടപ്പരിപാടിയിലാണ് ഗൈസ്. അടപ്പരിപാടിയുടെ വ്ളോഗ് നമ്മൾ നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ കുളുവിനും ശ്രദ്ധിക്കുക അമ്പളൂവിനും നമുക്കൊരു പൊറോട്ട കൊണ്ടു കൊടുക്കാം. പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൊറോട്ട ഒന്ന് കൊണ്ടു കൊടുക്കാം. 1 2 3. അപ്പോൾ ഗൈസ് അകത്ത് അമ്മയുടെ സീരിയലാണ്. പിന്നെ അവിടെ ഉണ്ടാക്കുന്ന പരിപാടിയിലൊക്കെയാണ് ഞാൻ പോയിട്ട് അടയൊക്കെ ഉണ്ടാക്കാനൊക്കെ കൂടട്ടെ. അതുപോലെ നമുക്ക് കണിയൊക്കെ ഒരുക്കാനുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തുമ്പോൾ വീട്ടിലും ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാനും പോയേക്കുമായിരുന്നു. അപ്പോൾ ആ വ്ളോഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അമ്മയുടെ സീരിയലിന് സൗണ്ട് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എന്താക്കാം അതിന് പോവാം. മറന്നുപോയി ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ടാറ്റ ബൈ. നാളെ നമുക്ക് വിഷുവിൻ്റെ വ്ളോഗ് ആയിട്ടാണ്.